കഴിച്ചോ കഴിച്ചോ. കഴിച്ചിട്ട് എല്ലാവരും മിടുക്കന്മാരായിരുന്നോണം. അറിയാലോ ഇന്ന് ആരാ വരാൻ പോണെന്ന്? വയറ് നിറച്ചു കുടിച്ചോ, എന്നിട്ട് ആഞ്ഞു കുരച്ചോണം. ഇല്ലെങ്കിൽ നിന്റെ കുരയ്ക്ക് ശക്തി പോരാന്നും പറഞ്ഞ് എന്നോട് വഴക്കാവും. തങ്കമണി, കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തോളൂ കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പേരി കണ്ടില്ലാച്ചാ പിന്നെ എന്നെ നിലത്ത് നിർത്തില്ല. അറിയാലോ സ്വഭാവം. വേഗം റെഡിയായിക്കോ. ഒരാളും കൂടി വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാൻ. ആ എത്തിയല്ലോ മഹാറാണി. പിന്നാമ്പറത്തുണ്ട്, വേഗം ചെല്ലേ. എല്ലാവരും നിന്നെ കാത്തിരിക്കുക. നീ കഴിച്ചിട്ടല്ലേ പോണുള്ളൂ? ഇല്ല അമ്മേ, എനിക്കൊരു ഒഫീഷ്യൽ കോൺഫറൻസ് ഉണ്ട്. ആക്ച്വലി നാളെ വരാമെന്ന് കരുതിയതാ. പക്ഷേ ഇവള് സ്വയം തരണ്ടേ. പരീക്ഷ തുടങ്ങിയപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയതാ. സ്കൂൾ പൂട്ടി ആദ്യ ദിവസം തന്നെ മുത്തശ്ശിയുടെ അടുത്തെത്തണമെന്നും പറഞ്ഞിട്ട്. ഭാമ വന്നില്ല അല്ലേ? വിളക്കി ചേർക്കാൻ പറ്റാത്ത കണ്ണുകളെ മറന്നേക്കുക. അതാ എല്ലാവർക്കും നല്ലത്. ഒരു ജോലി ഉണ്ടെന്ന് വെച്ച് അവളുടെ കാല് പിടിക്കാനൊന്നും ഈ ജയശങ്കറിന് കിട്ടില്ല. മനസ്സിലാക്കട്ടെ.
ആ 18-ാം തീയതി ഞാൻ വരും. അവളോട് പറഞ്ഞേക്ക്. അന്നേരം വരില്ല എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച ഞാൻ പറയാം, അത്രേ പറ്റൂ. അറിയാലോ അവളുടെ സ്വഭാവം. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലൊന്ന് കിട്ടണമെങ്കിൽ തന്നെ സന്ധ്യ മയങ്ങും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിന്റെ കൊമ്പിൽ ഒരു ബേർഡിന്റെ NEST നെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? പാവം, എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? ഇതെന്താ നീ വലുതാവാത്തെ? ഇത്ര ബ്രാഞ്ചസ് വന്നിട്ടുള്ളൂ. നീ എപ്പോഴാ ഫ്ലവർ വരിക? ഈ മുത്തശ്ശി ഒന്നും നിനക്ക് തരുന്നില്ലേ? കുറച്ച് ഹോർലിക്സ് തരാൻ പറയാ. ഹോർലിക്സ് കുടിച്ചാൽ വേഗം വലുതാവുന്ന മമ്മി പറയാറില്ലേ. എന്നിട്ട് മമ്മിയും കുറെ കാലമായി കുടിക്കുന്നു, ഇതുവരെ വലുതായിട്ടില്ലേ. കുഞ്ഞേ, അത് ശരി, ഇവിടെ വന്ന് നിക്കല്ലേ? മുത്തശ്ശി വിളിക്കണ്ട്, വല്ലതും കഴിക്കണ്ടേ? അതിപ്പോ ദിവസം ചെയ്യണതല്ലേ. വേഗം വരൂ, ഇല്ലെങ്കിൽ എന്നെ ചീത്ത പറയും. ദാ മോൾക്ക് ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് ഉപ്പേരി. ഹായ്. ഇഷ്ടായോ? അമ്മ എന്തേ കൊണ്ടുവന്നില്ല? വരുന്നില്ല അത്ര. അച്ഛൻ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. എന്ന് വെച്ചാൽ അച്ഛനോട് പോയി പണി നോക്കാൻ. എപ്പോഴാ സ്കൂൾ തുറക്കുക? ആ കാര്യം പറയലേ മുത്തശ്ശി, പ്ലീസ്. ഒരുവിധം രക്ഷപ്പെട്ടേ ഉള്ളൂ. ഞാനില്ല നിന്റെ നാക്കിനോട് അംഗം വെട്ടാൻ. എന്നാ മുത്തശ്ശി 100 വരെ എണ്ണു. എന്തിനാ? നോക്കട്ടെ അറിയോന്ന്. എനിക്കറിയില്ല ഇംഗ്ലീഷൊന്നും. അയ്യേ, ഷേം. എന്നാ 10 വരെ എണ്ണു. അപ്പോഴേക്കും ഞാൻ തിന്നാം. എണ്ണാനൊന്നും എനിക്ക് വയ്യ. നീ വേഗം ഊണ് കഴിക്കേ. കറമ്പി പശുവിന് കുട്ടി ഉണ്ടായോ മുത്തശ്ശി? ഒന്നുണ്ടായത് ചത്തു. അയ്യോ പാവം, അതിന് സങ്കടമായിട്ടുണ്ടാവില്ലേ? പിന്നെ കുട്ടി പോയാ ഏതമ്മയ്ക്കാ സങ്കടാവാത്ത? എന്നിട്ട് എന്റെ മമ്മി പറഞ്ഞത് എന്ത്? ഓ, നീ ഒന്ന് പോയി തരണുണ്ടോ? അത് നിന്റെ നാക്ക് സഹിക്കാഞ്ഞിട്ടായിരിക്കും. എക്സാമിന് ക്ലാസ്സിൽ ഫസ്റ്റ് ആയില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോളാനാ പറഞ്ഞിരിക്കുന്നത്. അത് എക്സാമിന് മുമ്പേ പറഞ്ഞാണെങ്കിൽ എങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ തോറ്റേനെ.
വാസുമാമ. എന്താ കുഞ്ഞെ? ഏതാ ചെക്കൻ? ഏത് ചെക്കൻ? ആ ഷർട്ടിടാത്ത മെലിഞ്ഞ ചെക്കൻ, തലമുടിയൊക്കെ മുള്ളമന്നി പോലെ. അതോ? അതാ വെള്ളയപ്പന്റെ ചെക്കനാവും. അതാരത് വെള്ളയപ്പൻ? ഒരു താറാവുകാരനാ. മധുരന്നുള്ള തമിഴന്മാരാ. കുറെ താറാവുകളെ കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പറമ്പിലെ താമസം. ഹായ് ഡക്കോ. ഏയ്, ഒടക്കൊന്നുമില്ല. ഇച്ചിരി വെള്ളാന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കുന്തം. വെള്ളയപ്പ, വെള്ളയപ്പ. யாருது? யாரு மணி? ഞാൻ കുഞ്ഞുലക്ഷ്മി, ഈ വീട്ടിലെ കുട്ടി. வணக்கம் அம்மா. நான் கொஞ்சம் தூங்கி போயிட்டேன். എവിടെ ഡക്ക്? டக்கு தாராவா? அதுங்க வெளியே போயிருக்கு, கண்ணு கொண்டு போயிருக்கா. അതാരാ കണ്ണൻ? ஏமாந்தாம்மா, சின்ன பையன், உங்க வயசு இருக்கும். അവൻ കണ്ണനല്ല കള്ളനാ. മാങ്ങ പറിക്കാൻ നോക്കിയ കള്ളൻ. ദാ ചോദിച്ചു നോക്ക. என்னடா பாப்பா சொல்லுது? நீ அதை செஞ்சிய? കക്കരുത്. വേണമെങ്കിൽ ചോദിച്ചൂടെ? കള്ളത്തരം ചെയ്താൽ ഒരിക്കലും സമാധാനം കിട്ടില്ല എന്ന് ടീച്ചർ എപ്പോഴും പറയുന്നു. ഞാൻ വെച്ചോ. தாயிலா பையனம்மா, அவனுக்கு நல்லது கிட்ட தெரியாது. എവിടെ പോയാലും കള്ളൻ കള്ളുകൂടിയൻ എന്നൊക്കെ ആൾക്കാർ പറയും. ഞങ്ങൾ കുടിക്കും, നല്ലപോലെ കുടിക്കും. ആണാ കക്ക മാട്ടെ, കക്ക മാട്ടെ, കക്ക വഴക്കം നമുക്ക് கிடையாது. ஆனா நீ வந்து இந்த விஷயம் இன்னைக்கு வந்து പറഞ്ഞില്ലെങ്കിൽ இந்த மகன் என் மகன் சிலப்பையன் எனக்கு தெரியாமலே கலனா போயிருப்பான். நன்றி அம்மா, ரொம்ப நன்றி. நான் பாத்துக்கிறேன். டேய், ഇവൻ ഏത് സ്കൂളിലാ പഠിക്കണേ? ஸ்கூலா? எங்களுக்கு இருக்கம்மா படிப்பு, இந்த பொழப்பு. അപ്പൊ പഠിക്കണ്ടേ? இதுக்கு நாங்களும் படிச்சுக்கிட்டு தான் இருக்கோம். எங்க ஸ்கூலு இந்த உலகம். டெக்ஸ்ட் புக் வந்து வாழ்க்கை. நீங்க தெரியாததை படிச்சு தெரிஞ்சுக்கிறீங்க, நாங்க பார்த்து பழகி தெரிஞ்சுக்கிறோம். நாங்க இந்த மண்ணோட மனத்துல வாழ்ந்துகிட்டு இருக்கோம். ஆனா நீங்க என்னைக்குமே நிலைக்காத பணத்தை நம்பி வாழ்ந்துகிட்டு இருக்கிறீங்க. மனுஷனுக்கு பெருசு மனசமாதானம், அதை தெரிஞ்சுக்கிற படிப்பு போதுமே எங்களுக்கு. போதும் எங்களுக்கு, அது போதுமா? போதும். നാഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹൃവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈഃ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗ മസക്ത സ വിശിഷ്യതേ. ഗീത കേട്ടോ നീയേ?
മനസ്സിനെ നിയന്ത്രിച്ച് അഹങ്കാരവും ഫലാസക്തിയും കൂടാതെ കർമ്മം ചെയ്യുന്നവൻ വിശിഷ്ടനാകുന്നു. എന്നുവെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാതെ ആർക്കു വേണ്ടിയും എന്തും ചെയ്യുവാൻ തയ്യാറുള്ളവനാണ് ശ്രേഷ്ഠൻ. അതാണ് യഥാർത്ഥ സ്നേഹം. അതാണ് യഥാർത്ഥ ഈശ്വരൻ. അത് അത്തരം വിശ്വാസികളുടെ ഈശ്വരൻ. സ്നേഹമുള്ളവർക്ക് സ്വയം അവർ തന്നെ ഈശ്വരൻ. സ്നേഹം ഉണ്ടാവാൻ എന്താ ചെയ്യാ? എപ്പോഴും പുഞ്ചിരിക്കുക, എല്ലാറ്റിലും നല്ലത് മാത്രം കാണുക, ആരെന്ത് ചോദിച്ചാലും കഴിയുന്നത്ര സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. വിശക്കുന്നവൻ ഭക്ഷണം കൊടുക്കുക, വിദ്യ വേണ്ടവൻ വിദ്യ കൊടുക്കുക. ഇതൊക്കെ തന്നെ സ്നേഹം. എന്ത് രസല്ലേ? ഇതെന്താന്നറിയോ? കടലാസ്. കടലാസല്ല, ബോട്ട്. BOAT, ബോട്ട്. BO அப்படின்னா? അത് ഇംഗ്ലീഷ് ആടാ മണ്ട. നിനക്ക് മലയാളം തന്നെ അറിയില്ല. ദാ നോക്ക്, തോണി. തോണി. അങ്ങനെയല്ല. അമ്മ. അക്ഷരം മുഴുവൻ പറഞ്ഞിട്ട് കേറിയാ മതി. പറ. എന്നാലും മുടിയാത്. മുടിയും. നാളെ അമ്മാന്ന് ശരിക്കും എഴുതി കാണിച്ചില്ലെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടില്ല. ഞാൻ പോവാ മമ്മയുടെ അടുത്തേക്ക്. അയ്യോ വേണ, ഞാൻ എഴുതാ.
கடவுளின் கல்லான மனம் கல்லாய் போ மனதுகள். டேய் என்னடா படிக்கிட்டு இருக்காங்க? நான் படிச்சுக்கிட்டு இருக்கேன்ப்பா. என்னடா உன் படிப்பு படிப்பு? இதோ பாரு, நான் அம்மா எழுதியிருக்கேன். படிச்சு பெரிய கலந்துட போகிறியா நீ? போடா போய் தூங்க பாருடா. படிப்பா நமக்கெல்லாம் வேலை செஞ்சா தான் சாப்பாடு. படிப்பெல்லாம் பெரிய பெரிய ஆளுங்கடா, நமக்கெல்லாம் ஒத்து வராதப்பா. போ 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 போய் தூங்கு மகனே, തൂങ്ങ്. നാളെ അമ്മാന്ന് ശരിക്കും എഴുതി കാണിച്ചില്ലെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടില്ല. ഞാൻ പോവാ അമ്മയുടെ അടുത്തേക്ക്. അയ്യോ വേണ, ഞാൻ എഴുതാ. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അമ്മ എഴുതാൻ വയ്യാലേ നിനക്ക്? ടീച്ചറെ പോലെ രണ്ടെണ്ണം തന്നാലേ നീയൊക്കെ കുഞ്ഞിലക്ഷ്മി, ശരിയാ. വേഗം ഇങ്ങോട്ട് വരിക. ദാ ഒരാള് വന്നിട്ടുണ്ട്. എന്തൊരു വേഷാടി ഇത്? സമയം എത്രയെന്നറിയാവോ? പോയി വേഗം ഡ്രസ്സ് മാറിക്കേ പെട്ടെന്ന്. പറഞ്ഞത് കേട്ടില്ലേ? നാളെ സ്കൂൾ തുറക്കുക. ഇന്ന് 10 മണിക്ക് മുമ്പ് റെഡിയാവണമെന്ന് പറഞ്ഞല്ലേ? യാതൊരു അനുസരണയില്ല. അതെങ്ങനെയാ? തള്ളയുടെ സ്വഭാവമല്ലേ മോൾക്കുണ്ടാവും. കമോൺ ഹറിയപ്പ്. നിന്നെ ഫ്ലാറ്റിൽ വിട്ടിട്ട് വേണം എനിക്ക് 8:30 ഇന്റർസിറ്റി പിടിക്കാൻ. കമോൺ കമോൺ, ടേക്ക് യുവർ തിങ്സ്. ഡാഡി പ്ലീസ് നാളെ. നോ, എനിക്കറിയാം നീ ഇത് പറയുമെന്ന്. അതാ ഞാൻ കൊണ്ടുവരുമ്പോഴേ നിനക്ക് വാണിംഗ് തന്നത്. നോ മോർ എക്സ്ക്യൂസസ്. Come on, go. Get ready. I said go.